നമസ്കാരം. വൈ പീപ്പിൾ ഫിയർ കോൺഫിഡൻറ്റ് ഇൻഡിവിജ്വൽസ്. ചില ആളുകൾ ആത്മവിശ്വാസമുള്ളവരെ ഭയങ്കര ഭയമാണ് അവർക്ക് ആത്മവിശ്വാസമുള്ള ആളുകളുടെ കൂടെ അധികം ചെലവഴിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യും. കാരണം ഒരിക്കലും വളരെ കോൺഫിഡൻ്റായ ഒരാളുടെ കൂടെ നിൽക്കാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്? മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ ആത്മവിശ്വാസമുള്ളവരോട് നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. അവരെപ്പോഴും ഇൻഫീരിയാരിറ്റി കോംപ്ലക്സിൽ കൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അവർക്കൊരിക്കലും അവരെക്കുറിച്ച് യാതൊരു വിശ്വാസവും കാണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള ഒരാൾ വന്ന് അയാളുടെ കാര്യങ്ങളെല്ലാം അയാൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായും അവർക്ക് ഒരു ജലസ് രൂപപ്പെടാം. അതോടൊപ്പം തന്നെ അവരുടെ കഴിവില്ലായ്മ അവരെ വല്ലാതെ മുറിവേൽപ്പിക്കും. ഇതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അവർ ഇങ്ങനെയുള്ള ആളുകളെ കഴിവതും താഴ്ത്തിക്കെട്ടാനും അവരെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കാനും ശ്രമിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമ്മൾ മറ്റാരെയും ശ്രദ്ധിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. നമ്മുടെ ആത്മവിശ്വാസം കൂടുന്തോറും നമ്മൾ കൂടുതൽ വിനയമുള്ളവനാവുകയാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ ആത്മവിശ്വാസം കൂടുമ്പോൾ അവർ അഹങ്കാരികളായി മാറുന്നു. അത് ഒടുവിൽ അവർക്ക് തന്നെ ആപത്ത് വരും. എന്നാൽ ആത്മവിശ്വാസം കൂടുന്തോറും തങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അഹങ്കാരം കൈവിടില്ല. അഹങ്കാരത്തിലേക്ക് എത്തിച്ചേരില്ല. പകരം അവർ കൂടുതൽ വിനയത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. കാരണം അവർക്ക് അവരുടെ മൂല്യം തിരിച്ചറിയാം. അവർക്കറിയാം അവർക്ക് ഏത് കാര്യം ചെയ്യുവാനും ഒരു ധൈര്യമുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട് അവരെക്കുറിച്ച്. അങ്ങനെയുള്ളവർ കൂടുതൽ കൂടുതൽ വിനയത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ചിലർ അതിനെ തടയാൻ പറ്റും. ചിലർ പറയും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുതലാണ്, ഇത്ര ആത്മവിശ്വാസം പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പിടിച്ച് താഴോട്ടിടാൻ പോകും. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുക, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അത് ആത്മവിശ്വാസം കൂടുന്തോറും കൂടുതൽ വിനയമുള്ളവരായി തീരുക. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിച്ച് വിനയം ഉള്ള ഒരു വ്യക്തിയായി മാറി ജീവിതത്തിൽ മറ്റാരുടെ മുമ്പിലും തലകുനിക്കാതെ എങ്കിലാരെയും ചവിട്ടിത്താഴ്ത്താതെ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.